SNDP NSS ഐക്യ ചർച്ചകൾ പരാജയപ്പെട്ടു എങ്കിലും വിഴുപ്പലക്കൽ അവസാനിക്കുന്നില്ല എന്ന് പറയുന്നതായിരിക്കും നല്ലത്. പ്രത്യേകിച്ചും രാഷ്ട്രീയ പാർട്ടികൾ ആഗ്രഹിച്ചതും ഇങ്ങനെ ഒരു ഐക്യം ശക്തിപ്പെടരുത് എന്നു തന്നെയായിരുന്നു. ആ ഐക്യം പല രാഷ്ട്രീയ പാർട്ടികൾക്കും വഴിമുടക്കിയായി മാറുമെന്നും അവർക്ക് നല്ലവണ്ണം അറിയാമായിരുന്നു. ഐക്യം ഉണ്ടാകും എന്നറിഞ്ഞപ്പോൾ തന്നെ കോൺഗ്രസിലെ ചില നേതാക്കന്മാർ നേരെ ചങ്ങനാശ്ശേരിയിലെത്തി, പെരുന്നയിലെത്തി സുകുമാരൻ നായരെ കാണുകയും വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു. പക്ഷേ ആരും പരാതിയോ അല്ലെങ്കിൽ പരിഭവങ്ങളോ പറഞ്ഞില്ല. പക്ഷേ വിശേഷങ്ങൾ പങ്കുവച്ചു എന്ന് മാത്രമാണ് ചില കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞത്. എന്തായാലും ഐക്യശ്രമം പാളിയതിന് തൊട്ടു പിന്നാലെ കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് സുകുമാരൻ നായർ ഒരു മാന്യനാണ്, നല്ല മനുഷ്യനാണ്, വലിയ ഹാർദവുമായി സ്നേഹമുള്ള മനുഷ്യനാണെന്നൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹം എടുത്ത തീരുമാനമല്ല, പക്ഷേ അദ്ദേഹത്തിന് ഐക്യശ്രമം ആവശ്യമായിരുന്നു, താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ അവരുടെ ഡയറക്ടർ ബോർഡ് യോഗമാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം, ഐക്യം വേണ്ട എന്ന് തീരുമാനിച്ചത്. ചിലർക്ക് ഞങ്ങൾ ഒന്നാകുന്നതിൽ, അതായത് SNDPയും NSSും ഒന്നാകുന്നതിൽ താല്പര്യമില്ലാത്ത ചില ആളുകൾ ആ ഡയറക്ടർ ബോർഡിലുണ്ട്. അവരാണ് ഈ ഐക്യം പൊളിച്ചതെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു വയ്ക്കുന്നത്. എന്നാൽ ഇതിനകത്ത് രാഷ്ട്രീയമില്ലായിരുന്നുവെന്നും ഒരുമിച്ച് നിൽക്കേണ്ടത്, ഈ ഹിന്ദുക്കൾ ഒരുമിച്ച് നിൽക്കേണ്ടത് ഒരു അനിവാര്യമായ കാര്യമാണെന്നുമൊക്കെ വെള്ളാപ്പള്ളി പറഞ്ഞു വയ്ക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് ചില വിഷമങ്ങൾ ഉണ്ട്. ആ വിഷമങ്ങൾ മുഖത്ത് തന്നെ കാണാനും കഴിയുന്നുണ്ട്. ഒപ്പം ഈ ഐക്യശ്രമം അല്ലെങ്കിൽ ഐക്യശ്രമവുമായി ബന്ധപ്പെട്ടുള്ള ആദ്യ വാർത്താ സമ്മേളനം കഴിഞ്ഞ തൊട്ടു പിന്നാലെ തന്നെ, അതായത് വെള്ളാപ്പള്ളി നടേശൻ്റെ വാർത്താ സമ്മേളനത്തിന് തൊട്ടു പിന്നാലെ തന്നെ NSS ജനറൽ സെക്രട്ടറിയും വാർത്താ സമ്മേളനം വിളിച്ചതോടെ ഞെട്ടലുണ്ടായത് രാഷ്ട്രീയ കേരളത്തിനായിരുന്നു. കാരണം രണ്ട് നേതാക്കന്മാരും കരുതിക്കൂട്ടി പദ്ധതി നടപ്പിലാക്കുന്നത് പോലെ വലിയ സമയവ്യത്യാസമില്ലാതെ വാർത്താ സമ്മേളനം വിളിക്കുന്നു, രണ്ടുപേരും ഐക്യവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നു എന്നൊക്കെ പറയുന്നു. പക്ഷേ ഇവിടെ വെള്ളാപ്പള്ളി കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്തായാലും സുകുമാരൻ നായർക്ക് ഒരു പരിധിവരെ ഐക്യത്തിന് ഇഷ്ടമായിരുന്നു. ഈ ഐക്യം വേണ്ട എന്ന് വെച്ചതിന് പിന്നിൽ ചില രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായി. ആ രാഷ്ട്രീയ ഇടപെടലുകൾ എന്ത് എന്നുള്ളത് വെള്ളാപ്പള്ളി നടേശനും പറയാനറിയില്ല. പക്ഷേ ആരുടെയൊക്കെയോ രാഷ്ട്രീയ നീക്കങ്ങളാണ് ഈ ഐക്യശ്രമത്തെ പരാജയപ്പെടുത്തിയത് എന്നാണ് പറയുന്നത്. എന്നാൽ NSS ജനറൽ സെക്രട്ടറി ആകട്ടെ ഒരു പടി കൂടി മുന്നോട്ട് കയറി പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇതിനകത്ത് ഒരു രാഷ്ട്രീയ നീക്കം നടന്നു. അതായത് ഈ ഐക്യത്തിലൂടെ ചില രാഷ്ട്രീയ പാർട്ടികൾ ലാഭം കൊയ്യാൻ ഒരു ശ്രമം നടത്തി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു ഐക്യം വേണ്ട എന്ന് താൻ തന്നെ നേരിട്ട് SNDP യോഗം ജനറൽ സെക്രട്ടറിയെ വിളിച്ചറിയിച്ചതെന്നാണ് സുകുമാരൻ നായർ പറയുന്നത്. മാത്രവുമല്ല, ഈ ചർച്ചയ്ക്ക് വേണ്ടി SNDP നിയോഗിച്ച ആളിനെ ചൊല്ലിയാണ് ഇപ്പോൾ വിവാദം. തുഷാർ വെള്ളാപ്പള്ളിയാണ് SNDP NSSുമായി ചർച്ച ചെയ്യുന്നതിന് വേണ്ടി നിയോഗിച്ചത്. തുഷാർ വെള്ളാപ്പള്ളി എന്ന് പറയുമ്പോൾ BJPയുമായി അടുത്തു നിൽക്കുന്ന ആൾ, BDJS NDAയിലെ ഘടകകക്ഷി. ഇങ്ങനെയുള്ള ഒരാൾ ഈ ചർച്ചയ്ക്ക് വരുമ്പോൾ അതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ ഉദ്ദേശമുണ്ട് എന്ന് വിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് താൻ തന്നെ നേരിട്ട് ടെലഫോൺ വഴി ചർച്ച തൽക്കാലം ഒഴിവാക്കണം എന്ന് SNDP നേതൃത്വത്തെ അറിയിച്ചതെന്ന് സുകുമാരൻ നായരും വ്യക്തമാക്കി. എന്തായാലും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറഞ്ഞു, അടിച്ചു പിരിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഐക്യം ഒഴിവാക്കി രണ്ടുപേരും രണ്ട് ചേരിയായി നിൽക്കുന്നെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തുന്ന കാര്യത്തിൽ അല്പം പോലും കുറവ് വരുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഒരു സത്യം. എന്നാൽ ഇവിടെ ഒരു അല്പമെങ്കിലും ഒരു സന്തോഷം ഉണ്ടായിരിക്കുന്നത് കോൺഗ്രസ്സിനാണ്. കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം, ഈ രണ്ട് സമുദായങ്ങളും നിർണായക കക്ഷികളാണ്. ചില സമയങ്ങളിൽ, ചില നേരങ്ങളിലൊക്കെ ഇവരൊരുമിച്ച് കഴിഞ്ഞാൽ എടുക്കുന്ന ചില തീരുമാനങ്ങൾ ചില മണ്ഡലങ്ങളിലെങ്കിലും അവർക്ക് പ്രതികൂലമാകാനുള്ള സാധ്യത അവർ മുന്നിൽ കാണുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് പ്രതികൂലമാവുകയാണെങ്കിൽ ഭരണം പിടിക്കുക എന്നുള്ളതിന്, അല്ലെങ്കിൽ മൂന്നാമത് ഭരണത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന LDFനെ തടയിടുക എന്നുള്ള മുന്നോട്ടുള്ള പോക്കിന് ഒരു പരിധിവരെ ഈ ഐക്യം വഴിമുടക്കിയാകും, അല്ലെങ്കിൽ വഴിയിൽ തടസ്സമുണ്ടാക്കും എന്ന് നന്നായി അറിയാമായിരുന്നു. ഈ ഇരു വിഭാഗത്തിനും, അല്ലെങ്കിൽ കോൺഗ്രസ്സിന് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് വലിയ തരത്തിൽ ഈ ഐക്യത്തെ പ്രോത്സാഹിപ്പിക്കാൻ പോയില്ല. പക്ഷേ ഇങ്ങനൊരു ഐക്യം രൂപം കൊള്ളാൻ തീരുമാനിച്ചെങ്കിലും പഴി മുഴുവൻ കേട്ടത് പ്രതിപക്ഷ നേതാവായിരുന്നു. പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിടത്തോളം SNDPയും
അതുപോലെ തന്നെ NSSും ഒരുപോലെ അദ്ദേഹത്തെക്കുറിച്ച് ഒരു വലിയ തരത്തിൽ വലിയ വിമർശനങ്ങളാണ് ഉന്നയിച്ചത്. തിണ്ണനിരങ്ങി എന്ന് പോലും അദ്ദേഹത്തെക്കുറിച്ച് പരാമർശിക്കുകയുണ്ടായി. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു സമുദായ അംഗം എന്ന നിലയ്ക്ക് ശ്രീ VD സതീശൻ NSSുമായി ഒരിക്കൽ പോലും പൊരുത്തപ്പെട്ടു പോകാൻ ഒരു നീക്കം നടത്തുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പരാതി. കാരണം VD സതീശന് അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. വർഗീയതയ്ക്കെതിരെ എന്ത് വില കൊടുത്തും പോരാടും, അവസാന ശ്വാസം വരെയും വർഗീയതയ്ക്കെതിരെയായിരിക്കും തൻ്റെ നിലപാടെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. അപ്പോൾ സാമുദായിക സംഘടനകളുമായി സൗഹൃദമുണ്ടെങ്കിൽ തന്നെയും അതിൻ്റെ പിന്നിലുള്ള വർഗീയമായ ചിന്താഗതിയെ എതിർക്കുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാട്. ഈ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രത്യേക ഒരു സാഹചര്യവും കേരളത്തിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ NSSും SNDPയും ഒരുമിക്കുന്നത് അല്ലെങ്കിൽ ഒരുമിക്കാൻ തീരുമാനമെടുത്തപ്പോൾ തന്നെ വലിയ തരത്തിലുള്ള ചർച്ചകൾ രാഷ്ട്രീയപരമായി ഉണ്ടായത്. പക്ഷേ ഇതിനെ ആരും ഇരു കൈകളും കെട്ടി അല്ലെങ്കിൽ ഇരു കൈകളും നീട്ടി നിന്ന് സ്വീകരിക്കുന്നതും നമ്മൾ കണ്ടില്ല. എന്തായാലും ഐക്യശ്രമം പാളിയെങ്കിലും NSSും SNDPയും തമ്മിലുള്ള ബന്ധം ഇനി ഉണ്ടാകില്ല എങ്കിൽ പോലും ഇരു നേതാക്കന്മാരും നേരത്തെ പറഞ്ഞതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരാനോ അല്ലെങ്കിൽ തങ്ങളിൽ വിമർശിക്കാനോ തയ്യാറായിട്ടില്ല എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യം.